വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഓട്ടോയിൽ വരുന്നുണ്ട്. അന്നേരം അകത്തു നിന്ന് ഇറങ്ങി വരുന്ന ശാലിനിയാണെങ്കിൽ കണ്ടുകൊണ്ട് ഉമ്മറത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം വേറെ ആരെയും അവിടെ കാണിക്കുന്നില്ല. അന്നേരം അമ്മ വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് വരുന്നില്ല. ചിന്തകളും ഒക്കെ നിന്നെക്കുറിച്ച് തന്നെയാണ്. നീ ഇതൊക്കെ എങ്ങനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പോകുന്നു? എനിക്ക് ഇങ്ങനെ വന്ന് ആശ്വസിപ്പിക്കാനല്ലേ കഴിയത്തുള്ളൂ, അല്ലാതെ ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ അവിടെ ശാലിനിയുടെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നമ്മൾ അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ വിഷ്ണുവിനെ ആരൊക്കെ ഇങ്ങനെ ഓടിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ സംഭവം ശാലിനി പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ഇതൊക്കെ നമ്മളെ കാണിക്കുന്നതാണെങ്കിലോ, നമ്മൾ ചെയ്യാനുള്ള ഭൂമിയിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലോ എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം പോലീസ് കണ്ടെത്തിയത് സത്യമാണ് എങ്കിൽ എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ അമ്മയെന്ന് വിളിക്കുകയാണ്. അന്നേരം സത്യമാണെന്നല്ല, നിൻ്റെ വിശ്വാസം അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വിഷ്ണുവേട്ടൻ തിരിച്ചു വരുമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പക്ഷേ അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ ആ ഒരു ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി നമ്മൾ ബലി തർപ്പണമാണ് ചെയ്യേണ്ടത്, അത് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ അമ്മ എന്തായി പറഞ്ഞു വരുന്നത്? വിഷ്ണുവേട്ടൻ്റെ പിന്നെ ബലി ഇടണമെന്നോ എന്നും പറഞ്ഞ് ശാലിനി ഉറക്കൻ സംസാരിക്കുമ്പോൾ മോളെ പയ്യെ എന്ന് പറഞ്ഞിട്ട് മോളുടെ വിശ്വാസം തന്നെയാണ് തിരിച്ചു വരുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെയൊന്നില്ല, ജീവിച്ചിരിപ്പില്ല എങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. അതിൻ്റെ ദോഷം കുഞ്ഞുങ്ങളെ കൂടെ ബാധിക്കും, 7 തലമുറ കൂടി ബാധിക്കും. അപ്പോൾ അത് നമ്മൾ വരുത്തി വയ്ക്കാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ ഇല്ല, ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല, ഞാൻ സമ്മതിക്കത്തുമില്ല, ഞാൻ കൂട്ടു നിൽക്കത്തുമില്ല. അതേ എൻ്റെ നെറ്റിയിലെ സിന്ദൂരം, എൻ്റെ കഴുത്തിലെ താലി, ഇതെല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വിഷ്ണുവേട്ടൻ തിരികെ വരിക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ആ ജോത്സ്യനെ ഒന്ന് പോയി കാണാം. അമ്മയുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി അമ്മ പറയുന്നു ഒന്ന് വിശ്വസിക്ക്, ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷേ മറിച്ചാണെങ്കിൽ നമുക്കിത് ചെയ്ത് വെക്കണം, എന്തിനാ വെറുതെ ശാപമുണ്ടാക്കി വെക്കുന്നത്? പിന്നെ കുറേ കാലം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ നിന്നോട് ചോദിക്കും, അച്ഛൻ്റെ മരണാനന്തര ചടങ്ങ് പോലും അമ്മ നമ്മളെ കൊണ്ട് ചെയ്യിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയാൻ വയ്യാതെയാണ് ഇതൊക്കെ അങ്ങ് പറഞ്ഞൊപ്പിക്കുന്നത്. പക്ഷേ ശാലിനി ആകെ അങ്ങ് തകർന്ന നിലയിൽ നിൽക്കുകയും കരയുകയും ബേളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശാരദാമ്മ പിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വീണ്ടും പറയാനൊക്കെ ശ്രമിക്കുമ്പോൾ ശാലിനി ആകെ കരഞ്ഞുകൊണ്ടങ്ങ് അകത്തേക്ക് കയറി ഓടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കട്ടിൽ പോയിരുന്നിട്ട് വിഷ്ണുവിൻ്റെ ആ ഒരു അവിടെ വെച്ചേക്കുന്ന ഫോട്ടോ നോക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ അമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എന്നെക്കൊണ്ട്, പിന്നെ എൻ്റെ അറിവോടെയൊന്നും അല്ല ചെയ്യുന്നത്, വിഷ്ണുവേട്ടൻ എവിടെയാണെങ്കിലും തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയിൽ നോക്കി ശാലിനി ഇരുന്നങ്ങ് കരയുമ്പോൾ ശാരദാമ്മ അവിടെ വന്ന് വീണ്ടും ശാലിനിയുടെ സങ്കടം നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ റൂമിൽ ശാലിനിയുടെ ഫോൺ അവിടെ കട്ടിലിൽ കിടന്ന് ബെല്ലടിക്കുന്നുണ്ട്. അന്നേരം ശാലിനി റൂമിലില്ല. അന്നേരം സത്യഭാമ അതുവഴി പോവുകയാണ്. അന്നേരം ശാലിനിയുടെ ഫോണാണല്ലോ എന്നും പറഞ്ഞിട്ട് ഭാമ ചെന്ന് എടുക്കുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് വിളിച്ചിരുന്നോ എന്നിങ്ങനെ ജോത്സ്യർ ചോദിക്കുമ്പോൾ സ്വാമി ചോദിക്കുമ്പോൾ ഞാൻ ശാലിനിയല്ല സത്യഭാമയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് വിളിച്ചിരുന്നു, എന്താണെന്നും ചോദിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ഫോൺ അങ്ങോട്ട് മാറ്റിയിട്ട് ഭാമ വിളിക്കുന്നുണ്ട്, മോളെ ശാലിനിൻ്റെ സ്വാമി വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ സ്വാമിയെ അങ്ങോട്ട് വിളിക്കാനിരുന്നതാണെന്ന് പറയുമ്പോൾ ഇനി ഒരു വിളി വേണ്ടല്ലോ, സത്യമാ പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ കാര്യം അത് നോക്കാനാണ് ഞാൻ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, പക്ഷെ ഇവരാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല എന്താണ് എന്നുള്ളത്. അവൻ എവിടെ പോയി, അവൻ എന്തിനാ ഞങ്ങളെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്, എന്ത് വഴിപാട് കഴിപ്പിച്ചാണ് അവനെ ഈ ദോഷങ്ങളൊക്കെ മാറ്റേണ്ടത്, ദോഷ സമയം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വാമിക്ക് ആകെ അവിടെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഒന്നും പറഞ്ഞില്ല, എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്ക് ശാലിനി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം സ്വാമിയാണ് എന്നുള്ളത് ഭാമ അവിടെ ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം അത് എന്ന് പറഞ്ഞിട്ട് സ്വാമി അങ്ങോട്ട് പറയാനായിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കാൻ സത്യമേ എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ ചോദിക്കട്ടെ എന്നിങ്ങനെ ഭാമ പറഞ്ഞ് ഫോൺ കൊടുക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് ശാലിനി അങ്ങോട്ട് ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഹലോ എന്ന് വെക്കുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് വിളിച്ചിരുന്നോ, എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ അതുപോലെ ചെയ്തോളാം, ഞാൻ ശരി പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം സ്വാമി അവിടെ എന്താണെന്നറിയാതെ നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, അയ്യോ കട്ടാക്കിയോ, ഞാൻ വിഷ്ണുവിൻ്റെ കാര്യം ചോദിക്കാനിരിക്കുക എന്നൊന്ന് പറയുന്നുണ്ട്. അന്നേരം സ്വാമിക്ക് എന്തോ തിരക്കാണെന്ന് പിന്നീട് വിളിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അന്നേരം മോൾ അങ്ങോട്ട് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിളിച്ചിരുന്നു, വിഷ്ണുവേട്ടൻ്റെ ജാതകം എടുത്തില്ലായിരുന്നു, അതവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ, അത് അറിയണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഭാമ വിഷമിച്ചിങ്ങനെ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷെ ശാലിനിയാണെങ്കിൽ കള്ളങ്ങളൊക്കെ ഭാമയുടെ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞൊപ്പിക്കുന്നത്. പക്ഷേ ഭാമ അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ വിഷ്ണുവിനെ കാണാത്ത ആ ഒരു ടെൻഷനുമാണ്, സ്വാമി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഊഹം പോലും ഭാമയ്ക്കില്ലല്ലോ. അതുകൊണ്ട് പക്ഷേ ആ ഭാമയുടെ വിഷമം നോക്കി ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്.
അതിനുശേഷം ശാലിനി ആണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. വഴിയിൽ വെച്ച് ശാലിനി ആണെങ്കിൽ ശാരദാമ്മയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം അമ്മ ഇത് എവിടെ പോയിരുന്നു, ഞാൻ ഇറങ്ങാൻ നേരത്ത് കണ്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം പുറത്തൊക്കെ കുറേ അടിച്ചു വാരാനുണ്ടായിരുന്നു, പിന്നെ അന്ന് കഴിഞ്ഞപ്പോൾ അതേ പൂജാമുറി വൃത്തിയാക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സ്വാമിയെ വിളിച്ചില്ലായിരുന്നോ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അന്നേരം ശാലിനി നേരത്തെ വിളിച്ചിരുന്നു, സ്വാമിയെ അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വിളിച്ചിരുന്നു കുട്ടികളെ കൊണ്ട് ആ ചടങ്ങ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാനായിട്ട്. അന്നേരം എന്നിട്ട് എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ എടുത്തത് സത്യാമ്മയാണെന്ന് പറയുമ്പോൾ അയ്യോ എന്നിട്ട് എന്തായെന്ന് ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്, ഞാൻ പെട്ടെന്ന് ഫോൺ പിടിച്ചു വാങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇനി എങ്ങനെയാണ് നമ്മൾ കാണാൻ പോകാൻ ചോദിക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ കുറച്ച് കഴിഞ്ഞൊരു ഓട്ടോ വിളിച്ച് അവിടത്തേക്ക് വന്നാൽ മതി, ഞാൻ കൂടി വരാം എന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യാമ്മയോട് എന്ത് പറയും അമ്മ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനെ കാണാനായിട്ട് പോകുന്നെന്നോ അതോ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോകുന്നെന്നോ എന്തെങ്കിലും കള്ളം പറയാം, ഇറങ്ങിയല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം സത്യഭാമയാണെങ്കിൽ പിള്ളയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പിള്ള ഒരു സ്ഥലം വരെ പോണ ജ്യോത്സ്യ പെരുമാളിൻ്റെ അടുത്ത് വിഷ്ണുവിനെ കുറിച്ച് നോക്കിയപ്പോൾ ഒന്നും തെളിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്, അതിലെന്തോ കുഴപ്പമുണ്ട്, അപ്പോൾ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോകാനായിട്ട് പിള്ളയെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. തൊട്ട് അപ്പുറത്ത് നിന്ന് പൊന്നി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ ആ ജ്യോത്സ്യൻ്റെ അമ്പലത്തിനടുത്താണെങ്കിൽ ശാരദാമ്മയെ കാത്തു നിൽക്കുന്നുണ്ട്. ശാരദാമ്മ ഓട്ടോയിലും വരുന്നുണ്ട്. അന്നേരം അമ്മ ഇറങ്ങുന്ന ആരും കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം സ്വാമി അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു, കുറേ പേര് ഇറങ്ങി പോകുന്ന കണ്ടു എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് അകത്തുനിന്ന് വേറൊരാൾ ഇറങ്ങി വരുമ്പോൾ സ്വാമിയെ കാണണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കയറിച്ചെല്ലാം പറയുകയാണ്. തുടർന്ന് ഞങ്ങൾ ഇതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലായി എന്നിങ്ങനെ സ്വാമി പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി സ്വാമിയുടെ അടുത്ത് അവിടെ ആ തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം ഇപ്പോഴും പ്രതീക്ഷ ഉണ്ടല്ലേ എന്ന്, കൈവിടാതെ നടക്കുകയാണല്ലേ എന്നിങ്ങനെ ശാലിനിയെ കണ്ടിട്ട് പറയുന്നുണ്ട്. അന്നേരം സ്വാമി പറഞ്ഞത് പക്ഷേ ഇപ്പോഴും വിഷ്ണു തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ മോൾ വിശ്വസിക്കുന്നത്, പക്ഷേ തെളിവുകളെല്ലാം എതിരുമാണ്, ഇനി സ്വാമി പറഞ്ഞതുപോലെയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് കർമ്മം ചെയ്യിക്കണം എന്നാണ് മോൾ പറയുന്നത്, പക്ഷേ അപ്പോഴും പ്രതീക്ഷ ഉള്ളിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് മനസ്സ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യിക്കുന്നത് എന്നിങ്ങനെ സ്വാമി ചോദിക്കുന്നുണ്ട്. എന്നാലും ഇത് സ്വന്തം അമ്മയല്ലേ എന്നിങ്ങനെ ശാരദാമ്മയെ ചൂണ്ടി ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് പറയുമ്പോൾ എങ്കിൽ അമ്മ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ആൺമക്കൾ കർമ്മം ചെയ്യണമെന്നല്ലേ, രണ്ട് പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ ചെയ്യുന്നതെല്ലാം ശുദ്ധവും വൃത്തിയുമായി ചെയ്യണമെന്നേ ഉള്ളൂ, പെൺകുട്ടികളെ ഉള്ളൂ എങ്കിൽ പെൺകുട്ടികൾക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇവിടെ എങ്ങും വേണ്ട, ദൂരെ ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് ചെയ്യാം, ആ സ്ഥലം കൂടി നിർദ്ദേശിച്ച് തരണമെന്ന് പറയുമ്പോൾ ഒരു കാവിൻ്റെ പേര് സ്വാമി അവിടെ നിർദ്ദേശിച്ച് കൊടുക്കുന്നുണ്ട്. ആ മലമുകളിലാണ്, കുറച്ച് ഉള്ളിലോട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പേര് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്നേരവും പക്ഷേ ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ്. വിഷ്ണു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ശാലിനി ഇരിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതും ഒക്കെ. അതിനുശേഷം ശാരദാമ്മയും ശാലിനിയും കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവരാണെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ്, ഒരു സൈഡിലേക്ക് നിന്ന് സംസാരിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, നീ മനസ്സൊന്ന് വിഷമിക്കേണ്ട, സ്വാമി പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിള്ളയാണെങ്കിൽ സ്കൂട്ടിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇവർ കുറച്ച് അപ്പുറത്തേക്കാണ് നിൽക്കുന്നത്, പിള്ള കാണുന്നില്ല. അന്നേരം പിള്ളച്ചേട്ടൻ വരുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ സത്യാമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നി പറഞ്ഞു വിട്ടതായിരിക്കുമോ എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. അന്നേരം വന്നത് എന്തിനാണെന്ന് നീ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മറു സൈഡിൽ കൂടി ആ ജ്യോത്സ്യനിരിക്കുന്ന ആ ഒരു അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി ജനലിൻ്റെ അവിടെ കൂടി ശാരദാമ്മ ചെല്ലുന്നുണ്ട്. അന്നേരം പിള്ളകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. എന്നെ സത്യാമ്മ പറഞ്ഞു വിട്ടതാണ്, വിഷ്ണു കുഞ്ഞിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒന്നും തെളിഞ്ഞില്ല എന്ന് പറഞ്ഞു, വിശദമായിട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ആരൂടെ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാശിചക്രം അത് നോക്കാൻ പാടില്ല എന്നല്ലേ, അതുപോലെ വിഷ്ണുവിൻ്റേതും നോക്കിയപ്പോൾ മഷിനോട്ടത്തിലൊന്നും തെളിഞ്ഞില്ല, വിശദമായിട്ടൊന്ന് പ്രശ്നം വെച്ചിട്ട് ഞാൻ സത്യാമ്മയെ അറിയിക്കാം, എന്താ പോരേന്ന് ചോദിക്കുകയാണ്. അന്നേരം മതി, എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിള്ള അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് ശാലിനി അപ്പുറത്തൊന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി സ്വാമിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം സ്വാമി ചോദിക്കുന്നുണ്ട്, അപ്പോൾ സത്യാമ്മയുടെ ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ? അന്നേരം അതെ, ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അതാണ് സ്വാമിയെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ പെട്ടെന്ന് പിടിച്ചു വാങ്ങിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് അപ്പോഴൊരു സംശയം തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പിന്നെ മറ്റുള്ളവരുടെ ദോഷം ആഗ്രഹിച്ചല്ലോ അല്ലല്ലോ, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങളിതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങോട്ട് ചെയ്തോളൂ, നല്ലതേ വരൂ എന്നിങ്ങനെ ശാലിനിയെ നോക്കി സ്വാമി പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് പിന്നെ വീണ്ടും ശാലിനി ശിവനും തമ്മിൽ വീണ്ടും സംഭാഷണങ്ങളും കണ്ടുമുട്ടലും ഒക്കെ ഉണ്ടാകുന്നതും ശാരികയുടെ ആ ഒരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വരുന്നതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി ഇവർ ബലിയിടാനായിട്ട് ആ ഒരു മലമുകളിലെ അമ്പലത്തിലേക്ക് പോകുന്ന കുട്ടികളെയും കൊണ്ട് പോകുന്ന സീനുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.